ഇറ്റലിയിലുള്ള ട്രെയിനുകളെ കുറിച്ചിട്ടാണ്. കുറേ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറേ 3-4 ട്രെയിനുകൾ പോയപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഒരു നല്ലൊരു എപ്പിസോഡ് ചെയ്യണമെന്ന്. മാത്രമല്ല കുറേ പേർക്ക് ടിക്കറ്റ് എടുക്കാൻ അറിയാം, കുറേ പേർക്ക് ടിക്കറ്റ് എടുക്കാൻ വരാൻ ഭയങ്കര ഡൗട്ടുണ്ട്. എങ്ങനെയാണ് കുറച്ച് ഒരു 5-10 മിനിറ്റ് മുന്നേ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സിമ്പിളായിട്ട് കുത്തി ടിക്കറ്റ് എടുക്കാവുന്നുള്ളൂ. ചില സ്റ്റേഷനിലെ ആൾക്കാർ വരെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കേണ്ടതിൻ്റെ അവസ്ഥയുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് 2-3 പോയിന്റ് പഠിച്ചു വെച്ചാൽ എല്ലാവർക്കും ടിക്കറ്റ് അവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോസ് നമുക്ക് കാണാം. നമുക്ക് ട്രെയിനുകളുടെ പ്രത്യേകതകളും ടൂറിന് പോകാൻ പറ്റിയ വില കുറഞ്ഞ സിമ്പിളായിട്ടുള്ള ട്രെയിനിൽ നമുക്ക് കറങ്ങാൻ പറ്റിയ സംഭവം ഇവിടെ ഇറ്റലിയിൽ കുറേ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം. ഒന്ന് നമ്മൾ ഇംഗ്ലീഷാണ് തൊട്ട് Beware of pickpockets. In case of need, ask only Trenitalia staff for more information. ടിക്കറ്റ് ഓക്കെ. വേണ്ടതല്ല പഗാനി സെർച്ച് വൺ വേ ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വന്ന് കൊടുക്കുക. സൈക്കിളാണ് സൈക്കിൾ കണ്ടിന്യൂ കൊടുക്കുക. പൈസ കുറവിൻ്റെ ടിക്കറ്റ് നോക്കി നമുക്കിതിൽ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ക്യാഷിൻ്റെ ഓപ്ഷൻ കൂടെ കൊടുക്കുക. ഇതിന് കൺഫേം കൂടെ കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഫോർവേഡ്. ഓക്കെ, പർച്ചേസ് അക്സെപ്റ്റ് കൊടുക്കുക. കാർഡാണെങ്കിൽ കാർഡ് അല്ലെങ്കിൽ ക്യാഷ്. ഓക്കെ, Insert the cash in the lower right by the green light on the device. നേരെ ഇവിടെ വരാം. Collect your ticket. പൈസ അതിൻ്റെ ഇടയിൽ നിന്ന് ചില്ലറ ബാലൻസ് വരും. Fai attenzione ai borseggiatori. Se ti servono informazioni. നമ്മളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ അപ്ഡേഷൻ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ പെട്ടെന്ന് ക്യാൻസലാക്കി കളയും. ഒരു ട്രെയിൻ നമ്മളിങ്ങനെ പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് ഞാൻ പോകണമെന്ന് വെച്ചാൽ ആ ട്രെയിൻ ഇല്ല, അടുത്ത ട്രെയിനിൽ പോക്കോളെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അത് കിട്ടിയിട്ട് നമുക്ക് ബസ്സിന് പോകണമെങ്കിൽ ബസ് ഉണ്ടാവും. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ ബസ് ചിലപ്പോൾ അവർ ബസ് ഇട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ട്രെയിനിന് വേണ്ടി നമ്മൾ അതേ റൂട്ടിന് പോകണം. അടുത്ത ട്രെയിൻ നോക്കിയിട്ട് ആ ട്രെയിനിൽ നമ്മൾ പോകണം. അപ്പോൾ ഈ ടിക്കറ്റ് നമ്മൾ കാണിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് ആ ട്രെയിൻ ക്യാൻസൽ ആയി ടി ടിയുടെ അടുത്ത് പറഞ്ഞാൽ സംഭവം സെറ്റാണ്. ഈ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം, ആ ട്രെയിൻ ക്യാൻസലായി എന്ന് പറയുമ്പോഴാണ്. ചില ട്രെയിനുകളുടെ കളർ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ സിമ്പിൾ നോക്കിയാൽ മതി. ട്രെയിൻ ഇറ്റാലിയുടെ സിമ്പിളാണ് ആ ഒരു ഫ്ലാഗിൻ്റെ സിമ്പിൾ. ചില ട്രെയിനുകൾ അങ്ങനെ മനസ്സിലായി. പിന്നെ പ്ലാറ്റ്ഫോം കറക്റ്റ് നോക്കണം. ഒരുപാട് പ്ലാറ്റ്ഫോമുള്ളടുത്ത് 2 പ്ലാറ്റ്ഫോമുള്ളടുത്ത് നമുക്ക് മാറിപ്പോവും. അപ്പുറത്തെ ട്രാക്ക് ചിലപ്പോൾ മാറിപ്പോയത് തന്നെ. അപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ട് നമുക്ക് ട്രെയിനിൻ്റെ നമ്പർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ട്രാക്കായി അവർ കാണിക്കും. സ്റ്റേഷനിലെ ആൾക്കാർ മിക്ക സ്റ്റേഷനിലെ ആൾക്കാർ കുറവായിരിക്കും. ചില സ്റ്റേഷനിൽ ആരും ഉണ്ടാവില്ല. നമ്മൾ ടിക്കറ്റ് നമ്മൾ മെഷീനിൽ തന്നെ എടുക്കണം. 2-3 പോയിന്റ് നോക്കി വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, മറ്റേ ബുള്ളറ്റ് ട്രെയിനാണെങ്കിൽ നമുക്കതിന് ഒരു മൂക്കുണ്ടാവും. നമ്മൾ മറ്റേ ഇടിച്ച് 300 സ്പീഡിൽ പോകുന്ന സ്പീഡ്. ഇത് ലോക്കൽ ട്രെയിനുകളാണ് ഇങ്ങനെ കുഞ്ഞു ട്രെയിനുകൾ, നമ്മുടെ മെട്രോ പോലെ, നമ്മുടെ നാട്ടിലുള്ള പോലെ. ബുള്ളറ്റ് ട്രെയിനാണെങ്കിൽ മറ്റേ മൂക്കുള്ള ടൈപ്പ് ആയിരിക്കും. നമ്മുടെ 300 സ്പീഡ് അതിൽ പോണത്. അതിന് നല്ല റേറ്റ് വരും. എപ്പോഴും സ്ക്രീനിൽ നോക്കി നമ്മൾ ഫോളോ ചെയ്യാനാണ് നല്ല. സ്ക്രീനിൽ മിക്ക സ്ക്രീനുണ്ടെങ്കിൽ അതിൽ കാണിച്ചുകൊണ്ടിരിക്കുക. ട്രെയിനിൻ്റെ നമ്പർ ആ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ക്രീനിൽ കാണിക്കുന്ന പ്ലാറ്റ്ഫോം നോക്കിയോ കറക്റ്റ് അവിടെ ആ ടൈമിങ് കേട്ടോ. കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ആയിരിക്കും ട്രെയിൻ വരാം. ഡിലേ ആവും ചിലപ്പോൾ. അതിന് മുന്നേ ട്രെയിൻ വരുന്നത് കയറിപ്പോയി ചിലപ്പോൾ വേറെ ട്രെയിൻ ആയിരിക്കും. അപ്പോൾ കറക്റ്റ് നമ്മുടെ ട്രെയിനിൻ്റെ ആ ടൈമിന് വരുന്ന ട്രെയിൻ അത് തന്നെയായിരിക്കും. പിന്നെ ഡൗട്ടിന് ടി ടിയോട് ചോദിക്കാം. ടി ടിയുടെ ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗത്തായിട്ട് ടി ടി ഉണ്ടാവും. ഏത് ദിശയിലോട്ട് പോകണതിന് ആ ദിശയിലെ അടുത്തുള്ള ക്യാബിൻ്റെ അടുത്ത്.
ഈ മോഡൽ ഇങ്ങനെ മൂക്ക് നീണ്ടു നിൽക്കുന്ന ടൈപ്പാണ് ഒക്കെ ബുള്ളറ്റ് ട്രെയിൻ വരാം. മണിക്കൂറിൽ 300 വരെ സ്പീഡിലാണ് ഇതിൽ പോണത്. നമ്മൾ റോമിൽ നിന്നൊക്കെ ലോങ് യാത്രക്കൊക്കെ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ ഒരു 3 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ ഓടിയെത്തും. ലോക്കൽ ട്രെയിൻ ആയിരിക്കും. പൈസ കൂടുതലുണ്ടെങ്കിൽ പൈസ കൂടുതലുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് എടുത്ത് അടിച്ച് മിനിറ്റാണ് പോകുക. ഇവിടെ നിന്ന് എടുത്താൽ നേരെ അവിടെ ആയിരിക്കും സ്റ്റോപ്പ്. ഒറ്റ സ്റ്റോപ്പ് ഉണ്ടാവില്ല. അതിനുള്ള യൂറോ മാറ്റം വരും. അപ്പം അതിൻ്റെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കിയിട്ടാണ് ചേട്ടാ ഇങ്ങനെ ഫ്രണ്ട് നല്ലോണം തള്ളിക്കണ്ടോ.